നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിതിൻ രാജിന്റെ മരണം. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മൂവാറ്റുപുഴയിൽ പൂർണ്ണം. ജനജീവിതത്തെ ബാധിച്ചില്ല. പൊതുഗതാഗത സംവിധാനങ്ങൾ നിരത്തിലിറങ്ങി. വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചു. നിതിൻ രാജിന്റെ വിയോഗം. നീതി തേടുന്ന കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക സംഘം. ഛായാചിത്രത്തിൽ നിളം ചാർത്തിയും പുഷ്പാർച്ചന നടത്തിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രൊഫസർ എം.പി. മത്തായി ഉദ്ഘാടനം ചെയ്തു. പായിപ്പട പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ച് UDF ജനപ്രതിനിധികൾ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വർക്കി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണത്തിലെ ഗുരുതര പ്രശ്നങ്ങൾ പരിഹരിക്കണം. പ്രതിഷേധ ധർണ നടത്തി മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി. മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസിലാണ് ധർണ സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി TM ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ആദ്യമായി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നഗരസഭ 8 ലക്ഷം രൂപ അനുവദിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമെന്ന് ആരോപണം. അടുപ്പടമ്പ് ഫുട്ബോൾ ക്ലബ്ബ് അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് കുന്നുംപുറം മൈതാനിയിൽ തുടക്കം. ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുടുപ്പാമടം ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിന മത്സരത്തിൽ ചീനിക്കാസ് ചാലക്കുടി വിജയികളായി. പാർലമെന്റിൽ വനിതകൾക്ക് 33% സംവരണം. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബില്ല് പരാജയപ്പെടുത്തിയ ഇന്ത്യ സഖ്യത്തിനെതിരെ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. മഹിളാ മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിതിൻ രാജിന്റെ മരണത്തിൽ നീതി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മൂവാറ്റുപുഴയിൽ സമാധാനപരമായി അവസാനിച്ചു. നഗരത്തിൽ ജനജീവിതത്തെ ഹർത്താൽ ബാധിച്ചില്ല. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. ഇതുകൂടാതെ മറ്റ് സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെയും പെട്രോൾ പമ്പുകളും തുറന്ന് പ്രവർത്തിച്ചു. എന്നാൽ തൊടുപുഴ ഭാഗത്തേക്കുള്ള സ്വകാര്യ ബസ്സുകളിൽ ചിലത് മാത്രം സർവീസ് നടത്തിയില്ല. നിതിൻ രാജിന്റെ വിയോഗത്തിൽ നീതി തേടുന്ന കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക സംഘം നിറവിറക്കെതിരെ നിറച്ചാർത്ത പരിപാടി സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അയ്യങ്കാളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ M.P. മത്തായി ഉദ്ഘാടനം ചെയ്തു. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ വിയോഗത്തിൽ നീതി തേടുന്ന കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി സാംസ്കാരിക സംഘം നിറവിറക്കെതിരെ നിറച്ചാർത്ത പരിപാടി സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ അയ്യങ്കാളി സ്ക്വയറിൽ നടന്ന പരിപാടി പ്രൊഫസർ M.P. മത്തായി ഉദ്ഘാടനം ചെയ്തു. കേരളീയ സമൂഹം അവകാശപ്പെടുന്ന നവോത്ഥാന ആശയങ്ങളുടെ കാലികാവസ്ഥ സംബന്ധിച്ച് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണമെന്ന് പ്രൊഫസർ M.P. മത്തായി പറഞ്ഞു. അതിന് വിദ്യ വിമോചിപ്പിക്കുന്നതാണ് നമ്മുടെ ഒരു പൗരാണിക സങ്കല്പമാണ്. അറിയാമല്ലോ, സാ വിദ്യായ വിമുക്തയെ എന്ന് നമ്മുടെ പുരാണങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. ഉപനിഷത്തിലല്ല, പുരാണങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്. വിമോചിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. അങ്ങനെ വിദ്യാഭ്യാസം ഇവിടെ ഉണ്ടായി നമ്മൾ വിമോചിതരായി എന്ന് വിചാരിച്ച ആളുകളാണ്. ഈ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടായത് വിദ്യാലയത്തിൽ അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ നിന്ന് നേരിട്ട ജാതി അവഹേളനം മൂലമാണ്. മുഖ്യമായും ഈ അധ്യാപകൻ ആ കുട്ടിയെ വിളിച്ചു എന്ന് പറയുന്ന വാക്കുകൾ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 50 കൊല്ലത്തിൽ അധികമായി അധ്യാപകനായിരിക്കുന്ന ഒരാളാണ്. തുടർന്ന് ഛായാചിത്രത്തിൽ നിറം ചാർത്തിയും പുഷ്പാർച്ചന നടത്തിയും നിതിൻ രാജിന്റെ കുടുംബത്തോട് പ്രമുഖർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുൻ MLA എൽദോ എബ്രഹാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ MLA ബാബു പോൾ മുഖ്യപ്രഭാഷണം നടത്തി. TM ഹാരിസ്, പായിപ്പട കൃഷ്ണൻ, ഡോക്ടർ പോൾ P. കല്ലുങ്കൽ, ഡോക്ടർ PA ഷാജഹാൻ, ഡോക്ടർ സിജു A. പൗലോസ്, ഡോക്ടർ വിവേക് ഏലിയാസ്, TA സജി, സംക്രമണം ഗോപി, ഫെസി മോട്ടി, സിബിൾ സാബു, MJ ഷാജി, KA സനീർ എന്നിവർ പ്രസംഗിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പായിപ്പട പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ച് UDF ജനപ്രതിനിധികൾ. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു.
പായിപ്പട പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ശക്തമായ സമരവുമായി UDF ജനപ്രതിനിധികൾ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി എഞ്ചിനീയറെ ഉപരോധിച്ചു. എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പരാതി നൽകാനുള്ള ജനപ്രതിനിധികളുടെ ശ്രമം പോലീസ് തടഞ്ഞത് പോലീസും മെമ്പർമാരും തമ്മിലുള്ള തർക്കത്തിനിടയാക്കി. അകത്ത് കയറിയില്ലെങ്കിൽ ഒരാളും പുറത്തേക്കും പോകില്ല. ഞങ്ങളിവിടെ ഇരിക്കുക, നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങൾ ജനപ്രതിനിധികളോട് ഇരിക്കുക. സംഭാഷണത്തിന്റെ സമയങ്ങൾ കഴിഞ്ഞു. കുടിവെള്ള പ്രശ്നം ഉടനെ പരിഹരിക്കുക. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുക. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ അവസാനിപ്പിക്കുക. പോലീസിന്റെ തോന്നിയാസം അവസാനിപ്പിക്കുക. പോലീസിന്റെ തോന്നിയാസം അവസാനിപ്പിക്കുക. തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ ജനപ്രതിനിധികളെ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. എത്രയും പെട്ടെന്ന് വെള്ളം എത്തിക്കുമെന്ന് ഉറപ്പു നൽകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ജനപ്രതിനിധികൾ നിലപാടെടുത്തതോടെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തകരാറുകൾ പരിഹരിക്കാൻ ജോലിക്കാരെ ഏർപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മാത്യൂസ് വടക്കി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനങ്ങാപ്പാട നയം ശരിയല്ലെന്നും 1.5 വർഷമായി മെയിന്റനൻസ് വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാർക്ക് ബില്ല് മറി നൽകാത്തത് ജനങ്ങളോട് LDF സർക്കാരിന് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണെന്നും മാത്യൂസ് വടക്കി പറഞ്ഞു. കഴിഞ്ഞ 4-5 ദിവസമായി മൂവാറ്റുപുഴ ഫ്രഷ് കോള കടവിലെ അവിടുത്തെ കുട്ടുവാലും അതുമായി ബന്ധപ്പെട്ട മോട്ടറിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ പണികൾ യാതൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. അതായത് അവിടെ മോട്ടർ പൊക്കിയെടുക്കുന്നതിന് വേണ്ടി അവിടെ അതിന് തൊടുപുഴയിൽ നിന്നും ആളുകൾ വന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ മന്ദഗതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവങ്ങളെല്ലാം ഞങ്ങൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കി, ഉദ്യോഗസ്ഥരെ പറഞ്ഞ് മനസ്സിലാക്കി. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പകലും അതുപോലെ നാളെ രാത്രിയുമായി ഈ വാട്ടർ പമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഈ ജനപ്രതിനിധികളായ ഞങ്ങളെല്ലാവരും വീണ്ടും ഈ വാട്ടർ അതോറിറ്റി ഓഫീസിൽ വന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന നടപടി ആരംഭിക്കുന്നത് വരെ നിരാഹാര സമരം ആരംഭിക്കാനാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും അക്കാര്യത്തിൽ ഈ വേനൽക്കാലത്ത് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് ആവശ്യമായ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ജനപ്രതിനിധി സ്ഥാനം ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഉറച്ച തീരുമാനമെടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി വണ്ടിയിൽ കുടിവെള്ളം നൽകുന്നത് മൂലമാണ് ജനങ്ങൾക്ക് ചെറിയ ആശ്വാസമെങ്കിലും ലഭിക്കുന്നതെന്നും ഇനിയും വാട്ടർ അതോറിറ്റിയുടെ മെല്ലെപ്പോക്ക സമീപനം അംഗീകരിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് പറഞ്ഞു. വിവിധ പ്രദേശങ്ങളിൽ 2 ആഴ്ചയായിട്ട് വെള്ളം ലഭിക്കുന്നില്ല. അതിനാലാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ വാട്ടർ ടാങ്കിൽ പല വാർഡുകളിലും വെള്ളം എത്തിച്ചാണ് പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമുക്കങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിനാൽ പല പ്രാവശ്യമായി ഞങ്ങൾ ഇവിടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ മോട്ടോർ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്കത് ശരിയായ വിവരം ആളുകളിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അതിനാലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ഇത് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ സമരത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. 24 മണിക്കൂറിനകം വെള്ളമെത്തിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിക്കാൻ ജനപ്രതിനിധികൾ തയ്യാറായത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സലാം, ജൂബി ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുലേഖ മക്കാർ, പഞ്ചായത്ത് മെമ്പർമാരായ ശാലിനി ഷാജി, അബ്ദുൾ കരീം, ബിസ്മി സലാം, PA നൌഷാദ്, മൻസൂർ ചേന്നര, നിഷ നൌഫൽ, AA നിഷാദ്, ജസീന അലി, സുനിൽ AC, MC വിനയൻ എന്നിവർ പങ്കെടുത്തു. UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി കുടിവെള്ളം വണ്ടിയിലെത്തിക്കുന്നത് മുതലെടുത്ത് സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പായിപ്പട പഞ്ചായത്തിലെ LDF മെമ്പർമാർ മൗനം പാലിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണെന്ന് സമരക്കാർ പറഞ്ഞു. കുടിവെള്ള വിതരണത്തിലെ ഗുരുതര പ്രശ്നങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി TM ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണത്തിലെ ഗുരുതര പ്രശ്നങ്ങൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
യൂത്ത് ലീഗിൻ പ്രതിഷേധം കണ്ണു തുറക്കൂ അധികാരികളെ യൂത്ത് ലീഗ് സിന്ദാബാദ് പ്രതിഷേധം കണ്ണു തുറക്കൂ അധികാരികളെ യൂത്ത് ലീഗിൻ പ്രതിഷേധം കുടിവെള്ളം കിട്ടാക്കനിയോ അനാസ്ഥമാക്കൂ അധികാരികളെ മൂവാറ്റുപുഴ വാട്ടർ അതോറിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി TM ഹാഷിം ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ള വിതരണം സാധാരണ നിലയിലാക്കണമെന്നും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. തികച്ചും ജനകീയമായ ഒരു വിഷയം. കഴിഞ്ഞ 10 വർഷമായി ഈ വിഷയത്തിൽ പലപ്പോഴായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഞങ്ങളുടെ പരാതികൾ അറിയിക്കുകയും ഞങ്ങളുടെ പരിഭവങ്ങൾ ഇവിടെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയും ഇറസ്പോൺസിബിൾ ആയി പെരുമാറുന്ന ഒരു വിഭാഗം വേറെ ഇല്ല എന്ന് പറയാം. ഒരാവശ്യമില്ലാത്ത സമയത്ത് ആവശ്യത്തിലധികം വെള്ളം എല്ലാ വീട്ടിലും എത്തിക്കും. ആവശ്യമുള്ള സമയത്ത് ഒരു തുള്ളി വെള്ളം ഈ മൂവാറ്റുപുഴയിലെ നമ്മുടെ പ്രദേശത്ത് വിശിഷ്യ പായിപ്ര പഞ്ചായത്തിന്റെ പ്രദേശത്ത് അടക്കം വെള്ളം കിട്ടാത്ത സാഹചര്യം എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇവിടെ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തു വച്ചിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന് ഈ അധികാരികളോട് പറയാനുള്ളത്, ഞങ്ങളൊരു ഷോ ഓഫ് മാർച്ച് നടത്താൻ വേണ്ടി വന്നതല്ല. കൃത്യമായിട്ട് ജനങ്ങളുടെ ആശങ്ക ഇവിടുത്തെ അധികാരികളുടെ മുന്നിൽ അറിയിക്കുകയും അതിന് പരിഹാരമുണ്ടായില്ല എങ്കിൽ യൂത്ത് ലീഗിന് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ആരിഫ് അമീർ അലി അധ്യക്ഷത വഹിച്ച ധർണയിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി KM അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി മുഹമ്മദ് യാസ്, നിജാസ്, ജമാൽ, ഹാഷിം തങ്ങൾ, ഷാമോൻ പുളിക്കുടി, മുഹമ്മദ് ഷാ മൊളാട്ട്, സിദ്ദിഖ് മുതരക്കാലായിൽ, അബു പൂമറ്റം, ഫാറൂഖ്, സാദിഖ് അലി, റമീസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നപരിഹാരത്തിനായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആദ്യമായി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 2019 നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആദ്യമായാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. എന്നാൽ അശാസ്ത്രീയമായാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്ന് ആരോപണം. നിർമ്മാണത്തിന് ശേഷം ആദ്യമായി കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 40 ലക്ഷം രൂപ ചെലവഴിച്ച് 2019 നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പിന്നീട് അറ്റകുറ്റപ്പണികളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. മേൽക്കൂര സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് നഗരസഭ 8 ലക്ഷം രൂപ അനുവദിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നത്. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂര പ്രഷർ പമ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. മേൽക്കൂരയിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പുകളിലെ തുരുമ്പ് നീക്കം ചെയ്ത് ഇവ പെയിന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കേന്ദ്രത്തിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമാണെന്നാണ് ആരോപണമുയരുന്നത്. ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചുള്ള മേൽക്കൂര സാധാരണ ഉപയോഗിക്കുന്ന പ്രഷർ പമ്പ് ഉപയോഗിച്ച് ശുചീകരിച്ചതാണ് ആരോപണത്തിനിടയാക്കുന്നത്. ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചുള്ള മേൽക്കൂര വൃത്തിയാക്കാൻ പ്രത്യേക ഷാമ്പുവും സംവിധാനങ്ങളും ആവശ്യമാണ്. മുൻപ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്ന മാറ്റങ്ങൾ ഒന്നും വരുത്താതെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതെന്നും ആരോപണമുണ്ട്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അടൂപ്പടമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടാർക്കര കുന്നുംപുറം മൈതാനിയിൽ തുടക്കമായി. ആവോല് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുറുപ്പാമഠം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അടൂപ്പടമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടാർക്കര കുന്നുംപുറം മൈതാനിയിൽ തുടക്കമായി. ആവോല് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കുറുപ്പുമാടം ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെൽമി ജോൺസ് വിശിഷ്ടാതിഥിയായി.
ക്ലബ്ബ് പ്രസിഡന്റ് സുധീർ TH അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി സുധീർ TM, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹീറ മജീദ്, ആവോലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെമിന അഷറഫ്, പഞ്ചായത്ത് മെമ്പർമാരായ നിസാർ KB, ഷിജിന മൻസൂർ, ചെയർമാൻ ഷാജി KE, പ്രോഗ്രാം കോർഡിനേറ്റർ ഷഫാൻ VS, രക്ഷാധികാരി ഷിബു PB, ഫാറൂഖ് മടത്തോടത്ത്, ക്ലബ്ബ് ഭാരവാഹികളായ നിഷാദ് KU, ഷിനാജ് VH, ഷബാബ് VPSR, ജവാസ് ആര്യങ്കാല തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യദിന മത്സരത്തിൽ 2-4 ഗോളുകൾക്ക് പൾസ് കോട്ടയത്തെ പരാജയപ്പെടുത്തി ചീനിക്കാസ് ചാലക്കുടി വിജയിച്ചു. ടൂർണമെന്റിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് 1,01,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 50,001 രൂപയും സമ്മാനമായി നൽകും. MCS Hospital, we take care of your health. പാർലമെന്റിൽ വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് പരാജയപ്പെടുത്തിയ ഇന്ത്യ സഖ്യത്തിനെതിരെ മഹിളാ മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. നടത്തപ്പെടുന്ന മഹിളാ മുന്നേറ്റ യാത്ര ഇതാ ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു. പാർലമെന്റിൽ വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച നാരി ശക്തി വന്ദൻ അധിനിയം സംവരണ ബില്ല് പരാജയപ്പെടുത്തിയ ഇന്ത്യ സഖ്യത്തിനെതിരെ മഹിളാ മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. നൂറുകണക്കിന് സ്ത്രീകൾ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് കച്ചേരിത്താഴത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സമാപിച്ചു. മഹിളാ മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിച്ച ഇന്ത്യ സഖ്യത്തിന്റെ സ്ത്രീ വിരുദ്ധ തുടർന്ന് നടന്ന യോഗം BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യ സഖ്യം ഭരണത്തിൽ പങ്കുചേരാനുള്ള സ്ത്രീകളുടെ അവസരം ഇല്ലാതാക്കിയതായി സിന്ധുമോൾ പറഞ്ഞു. ഈ ജനസംഖ്യയുടെ ആനുപാതികമായി വരുമ്പോൾ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ കേരളത്തിൽ അത് 14 സീറ്റായിട്ട് കുറയാൻ പോവുകയാണ്. ആ 14 സീറ്റായി കുറയാൻ പോകുന്നിടത്ത് 33% സംവരണം കൂടി വരുമ്പോൾ ഇവിടുത്തെ പല MP-മാർക്കും KC വേണുഗോപാലിന് പോലും മത്സരിക്കാൻ സീറ്റ് ഇല്ലാതാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് 50% എന്നുള്ള മാനദണ്ഡം നരേന്ദ്രമോദി സർക്കാർ പാർലമെന്റിൽ വെച്ചത്. അതിവിടുത്തെ മഠയന്മാരായ തലയിൽ ആൾതാമസമില്ലാത്ത കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യ സഖ്യത്തിനും മനസ്സിലായിട്ടില്ല എന്നുള്ളിടത്താണ് പ്രിയപ്പെട്ടവരുടെ ഇവിടുത്തെ അപജയം സംഭവിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും സീറ്റുകൾ വർദ്ധിക്കാൻ പോകുന്നു. പക്ഷെ അതിനെ ചെവിക്കൊള്ളുവാനായിട്ട് ഇവിടുത്തെ KC വേണുഗോപാൽ ഇന്ത്യ സഖ്യമോ തയ്യാറായോ? അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ബില്ലുകളെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ സ്ത്രീ ശക്തിക്കെതിരായി ഈ രാജ്യത്തെ രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടന്നു വരാമെന്ന് ആഗ്രഹിച്ച പ്രബുദ്ധരായിട്ടുള്ള സ്ത്രീ ശക്തിക്കെതിരായി അവർ പാർലമെന്റിൽ വോട്ട് ചെയ്ത ബില്ലിനെ എല്ലാം പരാജയപ്പെടുത്തിയിരിക്കുന്നു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജ ലാൽജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. BJP ജില്ലാ സെക്രട്ടറി അംബിക ചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ലിസി ജോസ്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MA സിന്ധു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.